നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,477 ക്ലോസ് ചെയ്തത്. നിഫ്റ്റിക്ക് ഏതാണ്ട് 100-നടുത്ത് പോയിന്റോളമാണ് നഷ്ടം സംഭവിച്ചത്. 0.4% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിന് 368 പോയിന്റാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 460 പോയിന്റ് നഷ്ടപ്പെട്ട് 55,043 ക്ലോസ് ചെയ്തത്. ഓരോ അവസരത്തിൽ നിഫ്റ്റി 24,700 വരെ കയറിയെങ്കിലും ആ നേട്ടം നിലനിർത്താനായില്ല. 24,500 താഴെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഫാർമ, മീഡിയ, ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, IT സെക്ടറാണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. അതുപോലെ ബാങ്ക്, ഫിനാൻഷ്യൽ സെക്ടർ, കൺസ്യൂമർ ഗുഡ്സ് എല്ലാം നെഗറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി ചൈനയ്ക്ക് താരിഫിന്റെ കാലാവധി ഇന്ന് അവസാനിക്കേണ്ടായിരുന്നു. അത് 90 ദിവസത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട്. ചർച്ചകൾ ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതോടെ കൂട്ടി ഒരു 25% താരിഫ് കൂടെ ഏർപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇനി ഓഗസ്റ്റ് അവസാനത്തോടുകൂടിയാണ് ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകളുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഇതേപോലെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന്റെ കാര്യത്തിലാണ്ട് 75 ലക്ഷം കോടി കടന്നു AUM. അതുപോലെ ജൂലൈയിലാണ് 42,702 കോടി രൂപയാണ് മാർക്കറ്റിലേക്ക്, അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ എണ്ണവും 20 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യ ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനയുണ്ട്. അതായത് താരിഫ് യുദ്ധം കൂടുതൽ മുറുകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് അതുപോലെ ഡയറി മേഖലയിലേക്ക് ഇന്ത്യ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ കൂടുതൽ ഇളവ് വേണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കുന്നു. അതായത് 20ഓളം രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. 50ഓളം രാജ്യങ്ങളിലേക്ക് അത് വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. ഇത് ഒരുപക്ഷെ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട താരിഫ് അതിന്റെ ആഘാതം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എടുക്കുന്ന ഒരു മുൻകരുതലാണ്. ഇന്ന് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്, അതുപോലെ തന്നെ US ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇപ്പം വന്നിട്ടുണ്ട്. ഏതാണ്ട് 8-ഇയർ ലോയിലാണ് വന്നേക്കുന്നത്. 1.55% ആണ്. ഒരല്പം മുമ്പാണ് ഇൻഫ്ലേഷൻ വന്നത്. ഇനി അമേരിക്കൻ ഇൻഫ്ലേഷൻ ഇന്ന് വൈകുന്നേരം ഉണ്ട്. മറ്റൊന്ന്, ക്യാബിനറ്റ് ഏതാണ്ട് 4,594 കോടി രൂപ ഏതാണ്ട് 4 സംസ്ഥാനങ്ങളിലെ സെമി കണ്ടക്ടറിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡാണ്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.